ബീഹാർ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ബി.ജെ.പി. നേടിയ ഏകപക്ഷീയമായ വിജയമാണ് രാഷ്ട്രീയ നിരീക്ഷകരെ അമ്പരപ്പിക്കുന്നത്. എന്നാൽ കേരളത്തിലെ ചില വിദഗ്ധർക്ക് ഈ വിജയത്തിൽ യാതൊരു ആശങ്കയുമില്ല. കാരണം ഈ പ്രതിഭാസം കേരളത്തിൽ പ്രതിഫലിക്കില്ല എന്ന ആശ്വാസമാണ് അവർക്കുള്ളത്. എന്തുകൊണ്ടാണ് ഈ രണ്ട് നിലപാടുകൾ? എന്താണ് ഈ അമ്പരപ്പിനും ആശ്വാസത്തിനും പിന്നിലെ രാഷ്ട്രീയ സാമൂഹിക ഘടകങ്ങൾ? ഒരു ഭക്ഷ്യ സംസ്കരണ സംരംഭകൻ തന്റെ അനുഭവത്തിലൂടെ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടുകയാണ്. കേരളത്തിലെ ഒരു യുവ കാർഷിക സംരംഭകൻ ശ്രീ ബ്രിജിത് കൃഷ്ണ തന്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുന്നു. 2022 കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ കൃഷി വികാസ് യോജന എന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ സംരംഭക ജീവിതം തുടങ്ങുന്നത്. മുളപ്പിച്ച കശുവണ്ടിയുടെ മൂല്യവർധന ലക്ഷ്യമിട്ടായിരുന്നു ഈ സംരംഭത്തിന്റെ ആദ്യഘട്ടത്തിൽ തിരിച്ചടയ്ക്കേണ്ടതില്ലാത്ത 25 ലക്ഷം രൂപയുടെ കേന്ദ്ര സർക്കാർ ഗ്രാന്റ് ഇദ്ദേഹത്തിന് ലഭിച്ചു. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വഴിയാണ് ഈ തുക ലഭ്യമായത്. ഒരു സാധാരണ വ്യക്തിയെ കാർഷിക സംഭരണനാക്കി മാറ്റിയതിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ സാമ്പത്തിക പിന്തുണ നിർണായകമായിരുന്നു.